സൂര്യകാന്തി തോട്ടത്തിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് നേരെ ഗുണ്ടൽപേട്ടയ്ക്ക് പോകാൻ നിൽക്കുന്നവരാണോ? അതും പ്രിയദർശിനിയിലെ ഗുണ്ടൽപേട്ട യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അതൊരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ച് തന്നെ അറിയണം. പ്രിയദർശിനിയിൽ നമ്മൾ സുൽത്താൻ ബത്തേരി വരെ പ്രിയദർശിനി പോയി, അവിടുന്ന് പ്രിയദർശിനി ഗുണ്ടൽപേട്ടിലേക്കുണ്ട്. ഓരോ സമയത്താണ്, പക്ഷേ നല്ല റഷായിരിക്കും. സാറ്റർഡേ സൺഡേസിലൊക്കെ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. രാവിലെയും വൈകിട്ടൊക്കെ നല്ല തിരക്കാണ്. അരമണിക്കൂർ കൂടുമ്പോഴൊന്നും ബസ്സില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കൂടുമ്പോഴാണ് ഗുണ്ടൽപേട്ടിലേക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബസ്സുള്ളത്. നമ്മൾ ആദ്യം തന്നെ മുന്തിരിത്തോട്ടം കാണാനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ചെണ്ടുമല്ലി തോട്ടം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ബട്ട് ഇപ്പോൾ അവിടെയുള്ള പകുതി മുക്കാല് തോട്ടത്തിലും സൂര്യകാന്തി ഇല്ല. സൂര്യകാന്തി എല്ലാം തന്നെ കരിഞ്ഞു ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ സൂര്യകാന്തി തോട്ടങ്ങളും കരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ആകെ കുറച്ച് സൂര്യകാന്തി മാത്രമേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ ഈ ഒരു വീക്കും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ റഷ് ഇല്ലാണ്ട് സൂര്യകാന്തി ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോയിട്ട് വരാം.